ഹലോ ഗൈസ്, എല്ലാവർക്കും ആർട്ട്ഫുൾ ടേസ്റ്റ് ബൈ മഹിമ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അല്ലേ, നമുക്ക് ഒരു വിളവെടുപ്പ് നടത്താം. ഞങ്ങളുടെ ഹോം ഗാർഡനിൽ തന്നെയാണ് വിളവെടുപ്പ്. ചെറിയ വിളവെടുപ്പ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഓണത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്, എഡിറ്റ് ചെയ്യാനൊക്കെ കിട്ടിയത്. അപ്പം നമുക്ക് നമ്മുടെ ഹോം ഗാർഡനിലുള്ളത് 2 തരം പയറുണ്ട്. അതായത് വയലറ്റും ഗ്രീൻ ടൈപ്പ് പയറുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ ബ്രിഞ്ചാളുണ്ട്, വയലറ്റ് കളർ ബ്രിഞ്ചാളുണ്ട്, പിന്നെ കോവലുണ്ട്. അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങളും അതൊക്കെയാണ് നമുക്കുള്ളത്. അതായത് മുളക്, കാന്താരി, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നമുക്കിൻ്റെ വിളവെടുപ്പ് കാണാം. അതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. അഭിപ്രായങ്ങളോ ചെയ്യേണ്ട വീഡിയോസോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് തുടങ്ങാം. ആദ്യമേ വെണ്ടയെന്നാണ് ആരംഭിക്കുന്നത്. ഈ വർഷം നട്ട വെണ്ടയാട്ടോ, അതായത് കഴിഞ്ഞ മാസം നട്ടതാണ്. ഫസ്റ്റത്തെ വെണ്ട കിട്ടി, സെക്കൻഡത്തിന് വേണ്ടി മുറിക്കും. തേർഡ്, മൂന്നാണ് കേട്ടോ പറിക്കുന്നത്. അത്ര ആയിട്ടുള്ളൂ, നമുക്ക് അത്രയും മതി കിട്ടും ഇപ്പോഴത്തേക്ക്, അതുകൊണ്ട് അത്രേ പറിക്കുന്നുള്ളൂ. തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ചെറിയതായിട്ടില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അത് വലുതായിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തുമ്പയൊക്കെ ഉണ്ട് കേട്ടോ, തുമ്പപ്പൊക്കെ ഉണ്ട്, ഓണായതുകൊണ്ട് അതെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി പയർ പറിക്കാം. ഫസ്റ്റ് ഗ്രീൻ ആട്ടോ പറിക്കുന്നത്, ഗ്രീൻ പയർ, പിന്നെ വയലറ്റ്. നമ്മൾ പറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കൂടെ പറിക്കുന്നുണ്ട്. ഞാൻ ബ്രിഞ്ചാൾ പറിക്കുക കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല ബ്രിഞ്ചാളാട്ടോ. നമുക്ക് ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഒക്കെ നല്ലതാണ്, നല്ല ഓക്സിജൻസ് എല്ലാം കിട്ടും. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാട്ടോ. നമുക്ക് വേറൊരു ബ്രിഞ്ചാളൂടെ പറിക്കാം. ഇത് നല്ല ഹാർഡായിട്ടോ പറിക്കാൻ, അതുകൊണ്ടാണ് ഇത്രയും നീരെടുക്കുന്നത്. കിട്ടി, ആ സമയം കിട്ടി. ഒരെണ്ണം കൂടെ പറിക്കാവേ. എല്ലാം നല്ല ഹാർഡാട്ടോ, കത്തി കൊണ്ടുകൂടെ മുറിക്കുന്നതുകൊണ്ട് ഇച്ചിരി എളുപ്പമായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വീഡിയോ ചെയ്യണം, ഇങ്ങനെ കാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ബിലോ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയല്ലേ. ഇത്രയും വിളവെടുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലുള്ളത് ഈ കളർ ഇലയുണ്ട്, പിന്നെ ഇതിന് വേറൊരു ഇലയും കൂടെ ഉണ്ട്, നല്ല ഈ കോവലിൻ്റെ ഇല പോലെയുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് എൻ്റെ വീട്ടിൽ. പിന്നെ ശംഖുഷ്പമുണ്ട്, വാടാമുലയുണ്ട്, കുറഞ്ഞ പൂവുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ മാവുണ്ട്, കോവലുണ്ട്, ഓർക്കിഡ് ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഓർക്കിഡ് ഉണ്ട്. ഈയിടെ വെച്ചതേ ഉള്ളൂ. രണ്ട് കളർ ഓർക്കിഡ്, എന്നിട്ട് ഒരു ലൈറ്റിങ്ങും ഒന്നും ഇതാകും. പിന്നെ അതും ഹവയുണ്ട്, പിന്നെ പലതരം ഇലകളുണ്ട്, ബാമ്പു ഉണ്ട്, ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.